പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൻ്റെ അമ്മയെ അപ്രതീക്ഷിതമായി കണ്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ അഭിഷേക്. ഇതേ തുടർന്ന് അഭിഷേകിനെയും കൊണ്ട് ജയറാമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന നമ്മുടെ ഗായത്രി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇതോടെ ജയരാമൻ തൻ്റെ മകനോട് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാവുകയും പണ്ട് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ഞെട്ടിപ്പോകുന്ന അഭിഷേക് ഇതേ തുടർന്ന് പഴയതെല്ലാം മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി പുതിയൊരു വീട്ടിലേക്ക് മാറാം എന്നുള്ള കാര്യം അഭിഷേക് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ദേവരാജനെ ചെന്ന് കണ്ട് താൻ ഗായത്രിയെയും ജയരാമനെയും കണ്ടെത്തി എന്നുള്ള കാര്യം തുറന്നു പറയുന്നതിനുള്ള തീരുമാനം എടുക്കുകയാണ് നമ്മുടെ അഭിഷേക്. ഈ കാര്യം ഇതേ തുടർന്ന് അറിയുന്ന ദേവരാജൻ വളരെയധികം സന്തോഷിക്കുകയും ഇതേ തുടർന്ന് ഗായത്രിയെ കാണുന്നതിനായി എത്തുകയും ചെയ്യുന്നു. എന്നാൽ ദേവരാജനെ കാണുന്ന ഗായത്രി അഭിഷേകിനെ ഇത്രയധികം പഠിപ്പിച്ചതിലും വളർത്തിയതിലുമുള്ള സന്തോഷം തുറന്ന് പറയുകയും ഇതേ തുടർന്ന് വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയമാണ് ജയരാമൻ അവിടേക്ക് കടന്നു വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.